നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ ഇന്നത്തെ നവറസന്റീനയ്ക്കെതിരെയുള്ള പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല. വലിയ രൂപത്തിൽ വിമർശനങ്ങൾ ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്ടുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേൾഡ് കപ്പിനെ കുറിച്ച് ചിന്തിക്കേണ്ട, മറന്നേക്കുക എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ സാൻഡോസിൻ്റെ കോച്ച് വോയ്വോഡ പറയുന്നു, നെയ്മറിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. അദ്ദേഹം 90 മിനിറ്റ് കളിച്ചില്ലേ, ഗ്രാജ്വലി കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകും എന്ന് വോയ്വോഡ കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, നെയ്മർ വളരെ നല്ല ഫിസിക്കൽ ഷേപ്പിലാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹം എല്ലാ ട്രെയിനിങ് സെഷൻസും നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 90 മിനിറ്റ് ഫുൾ ടൈം അദ്ദേഹം ഈ കളി കളിച്ചു. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, എനിക്ക് അവനിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഗെയിം, കളിയിലെ പ്രകടനം മാച്ച് ബൈ മാച്ചായിട്ട് ഉയർന്നു വരും, കൂടുതൽ മികച്ച രൂപത്തിലേക്ക് എത്തും. അതിനുള്ള ക്വാളിറ്റിയുള്ള താരമാണ്. ഇപ്പം ഈ അദ്ദേഹത്തിന് ഈ ട്രസ്റ്റിനെ കുറിച്ചൊക്കെ കേൾക്കേണ്ടതുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. എല്ലാ പ്ലെയേഴ്സിലും, ഈ സ്ക്വാഡിലുള്ള എല്ലാ താരങ്ങളിലും എനിക്ക് വിശ്വാസവുമുണ്ട്. തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറും മറ്റ് താരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കളിക്കാരനാണ്. അദ്ദേഹം സ്വയം അക്കൗണ്ടബിളാണ്. ഗോളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടും അതിനുവേണ്ടി നീക്കങ്ങൾ ഒരുക്കാനും ഒക്കെ അദ്ദേഹം വളരെ അക്കൗണ്ടബിളാണ്. സോ സാൻഡോസിലും ദേശീയ ടീമിലും അദ്ദേഹത്തിൻ്റെ റോള് വഹിക്കാനുണ്ട് എന്നാണ് കോച്ച് വോയ്വോഡ പറയുന്നത്. പക്ഷേ നെയ്മറുടെ പ്രകടനം വരും മത്സരങ്ങളിൽ ഇമ്പ്രൂവ് ആയേ പറ്റൂ. കാരണം പോകാനുള്ളത് വേൾഡ് കപ്പിനാണ്. അതിന് ഏറ്റവും ബെറ്റർ ഷേപ്പിൽ, ഏറ്റവും മികച്ച രൂപത്തിൽ നിൽക്കുന്ന താരങ്ങൾ മാത്രമേ താൻ കൊണ്ടുപോകൂ എന്ന് കോച്ച് കാർലോ അഞ്ചലോട്ടി പലവട്ടം വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് വരും മത്സരങ്ങളിൽ നെയ്മറുടെ പ്രകടനം ഇമ്പ്രൂവ് ആവുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.